ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അലീന. അപ്പോൾ ഇന്ന് നമ്മുടെ ചാനലിട്ടിരുന്ന ഒരു സ്റ്റോറിയുടെ സെക്കൻഡ് പാർട്ടാണ്. അങ്ങനെ ഞങ്ങൾ നാട്ടിലെത്തി. ഞാൻ എൻ്റെ വീട്ടിലേക്കും അവൾ അവളുടെ വീട്ടിലേക്കും പോയി. അന്ന് രാത്രി വീഡിയോ കോളിൽ ഷിജി ചോദിച്ചു, ചേട്ടന് സുഖമല്ലേ? ശിവ, ചേട്ടനോ? ഞാനോ? ഷിജി, നീ തന്നെ. ഇനി മുതൽ നീ എനിക്ക് ഹസ്സല്ലേ? അപ്പോൾ ഞാൻ നിന്നെ ചേട്ടാ എന്നല്ലേ വിളിക്കേണ്ടത്? എന്താ എൻ്റെ ചെക്കന് ഇഷ്ടമല്ലേ ഞാൻ ചേട്ടൻ എന്ന് വിളിക്കുന്നത്? എൻ്റെ ഈ കൂട്ടുകാരൻ്റെ അമ്മ എന്നെ ചേട്ടൻ എന്ന് വിളിക്കുന്നത് എനിക്കൊരുപാട് ഇഷ്ടമാണ്. എൻ്റെ മകൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയായി ജീവിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണടാ. ശിവ, എനിക്ക് ഈ ജീവിതത്തിൽ വേറെ ഒന്നും വേണ്ട. എൻ്റെ ഈ കൂട്ടുകാരൻ്റെ അമ്മ മാത്രം മതി. ഷിജി, എത്ര പെട്ടെന്നാണ് നമ്മുടെ 4 days കഴിഞ്ഞു പോയത്. എനിക്ക് മതിയായിട്ടില്ല. നമ്മുടെ സ്വർഗം പോലെയുള്ള 4 ദിവസം, കുറച്ച് കൂടുതൽ ഡേയ്സ് നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. എനിക്കും അങ്ങനെ തന്നെ കാണാൻ തോന്നുന്നു. നിനക്ക് കണ്ടാൽ മാത്രം മതിയോ എന്നെ? പോരാ, കൊണ്ടറിയണം. 4 ദിവസം കൊണ്ട് നീ ഒരുപാട് കൊണ്ടറിഞ്ഞില്ലേ? എന്നിട്ടും പോരെ? അതും പറഞ്ഞ് അവളൊന്ന് കുണുങ്ങി ചിരിച്ചു. അതെ എൻ്റെ പൊന്നെ, എനിക്ക് നിന്നെ എന്നും വേണം. എല്ലാ ദിവസവും എനിക്ക് വേണം എൻ്റെ മുത്തിനെ. നമ്മളുടെ മാത്രമായ ലോകം, 2 ഇണചേരുന്ന ചിത്രശലഭത്തെ പോലെ നമ്മൾ പാറിപ്പറന്ന് നടക്കും. ആ ലോകത്ത് മനോഹരമായ പുഷ്പങ്ങളും വൃക്ഷലതാദികളും, പൂക്കളിൽ നിന്ന് തേൻ നുകർന്ന് ഇണചേർന്ന് പാറിപ്പറക്കുന്ന 2 പൂമ്പാറ്റകൾ. ഷിജി ഒന്ന് ചിരിച്ചു. ഷിജി പൂമ്പാറ്റയും ശിവപൂമ്പാറ്റയും അല്ലേ? അതെ, എനിക്ക് വേറെ ഫുഡൊന്നും വേണ്ട. അങ്ങനെ താരമായി പാറിപ്പറന്ന് നടന്നാൽ മതി. കേട്ടിട്ട് തന്നെ കൊതിയാവുന്നു ശിവ. അതും പറഞ്ഞ് ഷിജി ഒരു പാട്ട് പാടി. നീ നന്നായി പാടുന്നു എൻ്റെ മുത്തേ. എനിക്കെന്നും നിൻ്റെ പാട്ടും കൂത്തും കേൾക്കണം. നിന്നെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങണം. എന്നും എൻ്റെ ഈ കൂട്ടുകാരൻ്റെ അമ്മയുടെ കൂടെ കിടക്കാൻ എന്താ വഴി? നിനക്ക് അങ്ങനെയൊക്കെ വേണേൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്താ അത്? അതിന് നീ എന്നെ ലീഗലി മാരി ചെയ്യണം. അതായത് എല്ലാവരുടെയും മുന്നിൽ നമ്മൾ ഇഷ്ടമാണ് എന്ന് തുറന്ന് പറഞ്ഞ് നീ എന്നെ കെട്ടണം. എന്താ, നീ എന്നെ ലീഗലി കെട്ടാൻ തയ്യാറാണോ? ഞാൻ എന്തിനും തയ്യാറാണ്. എന്നാൽ നമുക്ക് ലീഗലി കെട്ടാം. എനിക്ക് ഈ ഉറപ്പ് മതി. എന്നെങ്കിലും നമ്മുടെ റിലേഷൻഷിപ്പ് പുറത്തറിയുകയാണെങ്കിൽ നീ എന്നെ കെട്ടിയാൽ മതി. അല്ലാതെ നമ്മൾ തന്നെ ഇത് ആരോടും പറയരുത്. നമ്മൾ ലൈഫ് ലോങ് നമ്മുടെ റിലേഷൻഷിപ്പ് ആരും അറിയാതെ കൊണ്ടുപോകാൻ നോക്കിയാൽ മതി. ഓക്കെ, എല്ലാം തൻ്റെ ഇഷ്ടം പോലെ. ഞാൻ തൻ്റെ വീട്ടിലേക്ക് വരട്ടെ? ഇപ്പോൾ എനിക്ക് പറ്റുന്നില്ല പിടിച്ചു നിൽക്കാൻ. ചതിക്കല്ലേ, എങ്ങാനും പിടിച്ചാൽ പിന്നെ കുഴപ്പമാവും. ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം വേഗം ചെയ്യണം. നീ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ഹസ്സിനെയൊക്കെ പരിചയപ്പെട്ട് എൻ്റെ വീടുമായി നല്ല ബന്ധം ഉണ്ടാക്കി എടുക്കണം. അങ്ങനെ എന്നും നീ എൻ്റെ മകനെ കാണാനെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വരണം കേട്ടോ. താൻ പേടിക്കണ്ട. 2 days കഴിഞ്ഞ് താൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാം സെറ്റാക്കാം. അതുപോലെ? അത് മതി. പിന്നെ നീ എന്നെ എൻ്റെ മകൻ്റെ മുന്നിൽ വെച്ച് എന്താ വിളിക്കുക? എന്താ വിളിക്കേണ്ടത്? താൻ പറ. നീ എന്നെ ഒരിക്കലും അമ്മയെന്ന് വിളിക്കരുത് കേട്ടോ. അതെനിക്കിഷ്ടമല്ല. നീ എൻ്റെ കാമുകനാണ്, എൻ്റെ ഹസ്സാണ്. അതുകൊണ്ട് ഒരിക്കലും എന്നെ അമ്മയെന്ന് വിളിക്കാൻ പാടില്ല കേട്ടോ. നീ എന്നെ റോഹൻ്റെ അമ്മയെന്ന് വിളിച്ചാൽ മതി. അല്ലെങ്കിൽ ആൻറ്റി എന്ന് വിളിച്ചോ. ശരി, റോഹൻ്റെ അമ്മ അല്ല ആൻറ്റി. അങ്ങനെ ഷിജി പറഞ്ഞതുപോലെ 2 ദിവസത്തിന് ശേഷം ഞാൻ റോഹൻ്റെ കൂടെ ഷിജിയുടെ വീട്ടിലേക്ക് പോയി. ആദ്യം റോഹൻ അവൻ്റെ അച്ഛനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നു. രവി, അതാണ് അവൻ്റെ അച്ഛൻ്റെ പേര്.
രവിയെ കണ്ടപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു, ദൈവമേ, ഈ കിളവനായിരുന്നോ എൻ്റെ ഷിജിയുടെ ഭർത്താവ്? ഇത്രയും സുന്ദരിയായ എൻ്റെ ഷിജി ഈ കിളവനെയാണോ കല്യാണം കഴിച്ചത്? എനിക്ക് വിഷമം തോന്നി അത് ഓർത്തിട്ട്. പക്ഷേ ഈ കിളവൻ എൻ്റെ ഷിജിയുടെ ഹസ് ആയതുകൊണ്ടാണല്ലോ ഷിജി എനിക്ക് കിട്ടിയതെന്ന് ഓർത്തപ്പോൾ എനിക്ക് സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വീടിൻ്റെ ഉള്ളിലേക്ക് പോയി. എൻ്റെ ഷിജിയുടെ മുന്നിലെത്തി ഞാനും രോഹനും. ഷിജിയെ കണ്ടപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു, ഡാ റോഹ, ഇത് നിൻ്റെ സിസ്റ്ററാണോ? നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടും നിനക്ക് സിസ്റ്ററുള്ള കാര്യം നീ എന്നോട് പറഞ്ഞില്ലല്ലോ. ഞാൻ വിചാരിച്ചു നീ ഒറ്റ മോനാണെന്ന്. ഡാ, സിസ്റ്ററിൻ്റെ നെയിം എന്താ? ഷിജി. ഹായ് ഷിജി, ഹൗ ആർ യു? ഞാൻ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തുകൊണ്ട് ചോദിച്ചു. ഷിജി എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഐ ആം ഗുഡ്. നിൻ്റെ നെയിം എന്താ? മൈ നെയിം ഇസ് ശിവ. ഷിജി വർക്കിംഗ് ആണോ? ആ അതെ, അമ്മ വർക്കിംഗ് ആണ്. ഞാനൊന്നും അറിയാത്തതുപോലെ ചോദിച്ചു, അമ്മയോ? ഇത് നിൻ്റെ അമ്മയാണോ? കണ്ടിട്ട് ചെറിയ പെണ്ണിനെ പോലെ ഉണ്ടല്ലോ. നിൻ്റെ അമ്മ ആവാനുള്ള ഏജൊന്നും ഷിജിക്കില്ല. നീ എന്നെ കളിയാക്കുവാണോ റോഹൻ? ഇത് നിൻ്റെ അമ്മയൊന്നും ആയിരിക്കില്ല. നീ എന്നെ പറ്റിക്കാൻ നോക്കുവാണല്ലേ? ഉടനെ രവി പറഞ്ഞു, അല്ല മോനെ, ഷിജി എൻ്റെ ഭാര്യയാണ്, ഇവൻ്റെ അമ്മ. ഇവൾക്ക് കണ്ടാൽ വലിയ ഏജ് തോന്നാത്തത് കൊണ്ട് മോൻ വിശ്വസിക്കാൻ പറ്റാത്തത്. ഓ, ഐ ആം റിയലി സോറി ഷിജി. ഓ സോറി ആൻറ്റി, ഞാൻ പേര് വിളിച്ചതിന്. ഓ, അതിനെന്താ ഒരു പ്രശ്നം? നീ എന്നെ ഇനി മുതൽ ഷിജി എന്ന് തന്നെ വിളിച്ചോളൂ, അല്ലേ റോഹൻ? ഇവൻ ഷിജി എന്ന് വിളിക്കുന്നതാണ് അമ്മയ്ക്ക് ഇഷ്ടമെങ്കിൽ നീ ഷിജി എന്ന് തന്നെ വിളിച്ചോ അമ്മയെ. ഇത്രയും നേരം ഞങ്ങൾ എല്ലാവരും സംസാരിക്കുമ്പോൾ ഷിജിയുടെ കൈ എൻ്റെ കയ്യിൽ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡ് അവിടെ നിന്ന് തന്നെ കഴിച്ചു. എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഷിജി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈവനിങ് ഞങ്ങൾ 3 പേരും TV കാണുകയായിരുന്നു. ആ ടൈം ഷിജി ചായ ഉണ്ടാക്കാൻ അടുക്കളയിലേക്ക് പോയി. ഞങ്ങൾ 3 പേരും ഫുട്ബോൾ മാച്ച് കാണുകയായിരുന്നു. ഞാൻ ഇടയ്ക്ക് തിരിഞ്ഞ് അടുക്കളയിലേക്ക് ഷിജിയെ നോക്കി. ഞാൻ ചിന്തിച്ചതുപോലെ തന്നെ ഷിജി എന്നെ നോക്കി നിൽക്കുമായിരുന്നു. ഷിജി എന്നെ നോക്കി എനിക്കൊരു ഫ്ലൈയിങ് കിസ് തന്നു. ഷിജി തന്ന ഫ്ലൈയിങ് കിസ് എൻ്റെ കൈ കൊണ്ട് പിടിക്കുന്നത് പോലെ ഞാൻ ആക്ഷൻ കാണിച്ചു. അപ്പോൾ ഷിജി ഒരു 5-10 കിസ് കൂടി എനിക്ക് തന്നു. ഷിജിയുടെ മകനും ഹസ്സും കൂടെ ഉള്ളത് കൊണ്ട് തിരിച്ച് കിസ് കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഷിജി എന്നെ ഒരു ആക്ഷൻ കാണിച്ചു. എനിക്ക് കാര്യം മനസ്സിലായി. എന്നിട്ട് അവളുടെ വിരലുകൾ കൊണ്ട് എന്നെ മാടി മാടി അടുക്കളയിലേക്ക് വിളിച്ചു. ഞാൻ അവിടെ നിന്ന് എണീറ്റു. അപ്പോൾ, രോഹൻ, നീ എവിടെ പോകുക? ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാടാ. അങ്ങനെ ഞാൻ അടുക്കളയിലെത്തി. അപ്പോൾ തന്നെ ഷിജി എന്നെ കെട്ടിപ്പിടിച്ച് തുരാ ഉമ്മ തന്നു. അപ്പോൾ ഞാൻ ഷിജിയെ പിടിച്ച് മാറ്റി. ഷിജി, തൻ്റെ മകനും ഭർത്താവും അപ്പുറത്തുണ്ട്. അവർ നമ്മളെ ഇതുപോലെ കണ്ടാൽ എല്ലാം തീരും. കാണട്ടെ അവർ. എന്നാലും എനിക്ക് എൻ്റെ ചെക്കനെ ഇപ്പോൾ വേണം. എത്ര ദിവസമായി എൻ്റെ ചെക്കനെ ഇതുപോലെ ഒന്ന് കിട്ടിയിട്ട്. അവൾ എന്നെ വീണ്ടും കെട്ടിപ്പിടിച്ചു. എൻ്റെ ചെവിയിൽ വന്ന് പതുക്കെ ഷിജി ചോദിച്ചു, നിനക്ക് പൂമ്പാറ്റയാകണ്ടേ? അയ്യോ, ആവണം. എന്നിട്ട് എൻ്റെ മുത്തുമായി പാറി പറന്ന് നടക്കണം. അപ്പോഴാണ് ഞാൻ ഷിജിയുടെ ഡ്രസ്സ് ശ്രദ്ധിച്ചത്. രാവിലെ ഷിജി ചുരിദാറായിരുന്നു ഇട്ടത്. എന്നാൽ ഇപ്പോൾ ഡ്രസ്സ് മാക്സിയാണ്. എടി കല്ലി, നീ പെട്ടെന്ന് ഡ്രസ്സ് മാറിയല്ലേ? എനിക്ക് മനസ്സിലായി. ഷിജി ഒന്ന് കുണുങ്ങി ചിരിച്ചു. ഞങ്ങൾ പിന്നീട് ആ കിച്ചണിൽ നിന്ന് കുറച്ച് റൊമാൻസിലേക്ക് ഏർപ്പെട്ടു. ഷിജി, അവർക്ക് നമ്മളെ കാണാൻ പറ്റുമോ അവിടെ നിന്ന്? ഡാ, നീ പേടിക്കണ്ട. ഇവിടെ ഈ സ്ലാബ് ഉള്ളതുകൊണ്ട് അവർക്ക് നിന്നെ കാണാൻ പറ്റില്ല. നീ ധൈര്യമായി എന്ത് വേണേലും ചെയ്തോ. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് 10 മിനിറ്റോളം അവളെ സന്തോഷിപ്പിച്ചു. പെട്ടെന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി രോഹൻ അടുക്കളയിലേക്ക് വന്നു. ഷിജി അപ്പോൾ തന്നെ അലേർട്ട് തന്നു. ഞാൻ കബോർഡിൽ കയറി ഒളിച്ചു. ഷിജി ചോദിച്ചു, രോഹൻ, ശിവ എവിടെ പോയി? അമ്മ, അവൻ ബാത്റൂമിൽ പോയതാണ്. അതും പറഞ്ഞ് അവൻ തിരിച്ചു പോയി ഫുട്ബോൾ കാണാൻ നിന്നു. ഷിജി എന്നെ നോക്കി ചിരിച്ചു. എന്നിട്ട് എന്നെ അവിടെ നിന്ന് വലിച്ചു പൊക്കിയെടുത്ത് കെട്ടിപ്പിടിച്ച് പ്രണയനിമിഷങ്ങൾ തുടങ്ങി.
കുറച്ച് ടൈമായിട്ടും എന്നെ കാണാത്തത് കൊണ്ട് രോഹൻ വരാൻ തുടങ്ങി. അപ്പോൾ തന്നെ ഷിജി എന്നോട് ബാത്റൂമിലേക്ക് പോകാൻ പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഇഴഞ്ഞിഴഞ്ഞ് ബാത്റൂമിൽ പോയി ഫ്ലഷ് അടിച്ച് ബാത്റൂമിൽ നിന്ന് വരുന്നത് പോലെ ആക്ട് ചെയ്തു. അത് കണ്ട് ഷിജി എന്നെ നോക്കി ഒരു കള്ളച്ചിരി ചിരിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. നൈറ്റ് വീഡിയോ കോളിൽ ഇന്നും പൂർണ്ണമായും റൊമാൻസ് പങ്കിടാൻ പറ്റാത്ത വിഷമമൊക്കെ ഞങ്ങൾ പരസ്പരം അറിയിച്ചു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ദിവസവും ഞാൻ ഫുട്ബോൾ കളിക്കാൻ എന്ന വ്യാജേന ഈവനിങ് ഷിജിയുടെ വീട്ടിൽ പോകാൻ തുടങ്ങി. പക്ഷേ ചെറിയ ചെറിയ കെട്ടിപ്പിടുത്തവും കിസ്സിങ്ങും മാത്രമേ നടന്നുള്ളൂ. ട്രിപ്പ് പോയി വന്ന ശേഷം ശരിക്കും അങ്ങോട്ടൊന്നും നടന്നില്ല. ഞങ്ങൾ രണ്ടുപേരും അതിൻ്റെ വിഷമത്തിലായിരുന്നു. അങ്ങനെ ഒരു ദിവസം രവി പറഞ്ഞു, മോനെ ശിവ, നീ എന്ന് ഈവനിങ് ഇവിടെ വരുന്നുണ്ടല്ലോ, ഇനി മുതൽ നീ വരുമ്പോൾ ഷിജിയെ കൂടി ബൈക്കിൽ കൂട്ടിക്കോ. നിൻ്റെ വീടിൻ്റെ അടുത്തല്ലേ ഷിജിയും വർക്ക് ചെയ്യുന്നത്. സോ ഈവനിങ് ഷിജി നിൻ്റെ കൂടെ വന്ന ബസ്സിൻ്റെ പൈസ ലാഭിക്കാമല്ലോ. ഓക്കെ, ഇനി മുതൽ ഞാൻ കൊണ്ടുവന്നോളാം ഷിജിയെ. ഞാൻ ആലോചിച്ചു, ഈ മണ്ടൻ അറിയുന്നില്ലല്ലോ ഷിജി എന്നും എൻ്റെ കൂടെ തന്നെയാണ് വരുന്നതെന്ന്, വീടെത്താറാകുമ്പോൾ ഷിജി വഴിയിൽ ഇറങ്ങുന്നതാണെന്ന്. അങ്ങനെ ഇരിക്കെ എൻ്റെ അമ്മ ചേച്ചിയുടെ വീട്ടിലേക്ക് താമസിക്കാൻ പോയി. ഇപ്പോൾ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാണ് താമസം. ഇനി കുറേ നാൾ കഴിഞ്ഞ് അമ്മ വീട്ടിലേക്ക് വരൂ എന്നതായിരുന്നു എൻ്റെയും ഷിജിയുടെയും സന്തോഷം. കാരണം ഇനി മുതൽ എനിക്കും ഷിജിക്കും എൻ്റെ വീട്ടിൽ വെച്ച് തന്നെ സുഖമായി കൂടാമല്ലോ. അമ്മ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയതിൻ്റെ നെക്സ്റ്റ് ഡേ തന്നെ ഷിജി ലീവ് എടുത്ത് വീട്ടിലേക്ക് വന്നു. എടാ, 10 ദിവസമായി നമ്മൾ ശരിക്കും ഒന്ന് കൂടിയിട്ട്. ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, വേഗം വാടാ, എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അതെ, ട്രിപ്പിന് ശേഷം പൂർണ്ണമായും ഒന്നും നടക്കാത്തതിൻ്റെ വിഷമമായിരുന്നു എനിക്കും. ഇന്ന് ഈവനിങ് വരെ നമുക്ക് സുഖിക്കണം. കൂട്ടുകാരൻ്റെ അമ്മ പതുക്കെ എന്നെ പിന്നിലൂടെ കെട്ടിപ്പിടിച്ച് അവളുടെ ദേഹത്തോട്ടടുപ്പിച്ച് വെച്ച് എന്നെ പുൽകി നിന്നു. പിന്നീട് അങ്ങോട്ട് സ്വർഗത്തിലേക്കുള്ളൊരു പ്രയാണമായിരുന്നു. 10 ദിവസത്തെ കേട് അങ്ങ് നന്നായി ആഘോഷിച്ച് തീർത്തു. അങ്ങനെ ഈവനിങ് വരെ ആഘോഷിച്ചു ഞങ്ങൾ. അങ്ങനെ പല ദിവസങ്ങളിൽ ഷിജി ഉച്ചയ്ക്ക് ലീവ് എടുത്തു. എന്നിട്ട് എൻ്റെ വീട്ടിൽ വെച്ചും ഷിജിയുടെ വീട്ടിൽ വെച്ചും ഒക്കെ ഞങ്ങൾ രസിച്ചു. ഒരു ദിവസം എന്നെയും ഷിജിയെയും ഷോപ്പിംഗ് മാളിൽ വെച്ച് റോഹൻ കണ്ടു. ഞങ്ങൾ യാദൃശ്ചികമായി കണ്ടതാണെന്ന് പറഞ്ഞു. പൊട്ടൻ അത് വിശ്വസിക്കുകയും ചെയ്തു. എല്ലാം മുൻകരുതലും എടുത്താണ് ഷിജി ഓരോന്ന് ചെയ്തിരുന്നത്. അങ്ങനെ ഞങ്ങൾ 3-4 മാസം ശരിക്കും അടിച്ചു പൊളിച്ച് ജീവിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ആ ഷോക്കിംഗ് ന്യൂസ് അറിയുന്നത്. രോഹന് ഷിജി വർക്ക് ചെയ്യുന്ന സെയിം പഞ്ചായത്ത് ഓഫീസിൽ ജോലി കിട്ടി. ആ ന്യൂസ് എനിക്കും ഷിജിക്കും ഒരുപാട് വിഷമം ഉണ്ടാക്കി. വേറൊന്നുമല്ല, രോഹൻ അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയാൽ എനിക്കും ഷിജിക്കും ഇപ്പോൾ ചെയ്യുന്നത് പോലെ ഒന്നും പറ്റില്ല. രോഹൻ ഷിജിയുടെ കൂടെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾക്ക് പിന്നീട് ഒന്നിനും പറ്റാതെയായി. അതുമാത്രമല്ല, എൻ്റെ കൂടെ ഓഫീസിലേക്ക് വരികയും പോവുകയും ചെയ്തിരുന്ന ഷിജിക്ക് ഇപ്പോൾ രോഹൻ്റെ കൂടെ പോകേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾക്കൊരു അവസരവും തരാതെ 6 മാസം കടന്നുപോയി. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വീഡിയോ കോളിലും പിന്നെ ചെറിയ ചെറിയ കെട്ടിപ്പിടുത്തവും ഒക്കെയായി ഒതുക്കേണ്ടി വന്നു. തീരെ അവസരം കിട്ടാതെ ആയപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങി. അങ്ങനെ തീരെ കാമമടക്കാനാവാതെ ഷിജി വീഡിയോ കോളിലൂടെ എന്തിനും തയ്യാറായി തുടങ്ങി. മുൻപ് അവൾക്ക് ഭയമായിരുന്നു. എന്നാൽ ആഗ്രഹങ്ങൾ അടക്കാനാവാത്ത അവസ്ഥയിലെത്തിയപ്പോൾ ഷിജിയുടെ പേടിയെല്ലാം പോയി. അങ്ങനെ 6 മാസങ്ങൾക്കിപ്പുറം ഞങ്ങൾക്കൊരവസരം കിട്ടി. ഒരു ദിവസം സുഖമില്ലാതെ രോഹൻ ഉച്ചയ്ക്ക് ലീവ് എടുത്ത് വീട്ടിലേക്ക് പോയി. രോഹൻ പോയപ്പോൾ തന്നെ ഷിജി സന്തോഷത്തോടെ എന്നെ വിളിച്ചു. ഡാ, രോഹൻ സുഖമില്ലാതെ വീട്ടിലേക്ക് പോയി. ഈവനിങ് നമുക്ക് എന്തായാലും ഒന്ന് കൂടണം. ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരാം. ഓക്കെ ഡിയർ, ഞാൻ തനിക്കായി കാത്തിരിക്കാം. കുറച്ച് കഴിഞ്ഞ് ഷിജി വീണ്ടും വിളിച്ചു. ഡാ, ഇന്നൊന്നും നടക്കില്ല. രവി ഈവനിങ് പിക്ക് ചെയ്യാൻ വരുമെന്ന് പറഞ്ഞു. പിക്ക് ചെയ്യാനൊന്നും വരണ്ട, താൻ ഒറ്റയ്ക്ക് വന്നോളാം എന്ന് പറഞ്ഞില്ലേ. അങ്ങേർക്ക് ഇവിടെ എന്തോ ആവശ്യമുണ്ട്, അതുകൊണ്ട് പോകുമ്പോൾ പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ വിഷമിച്ച് നിന്നു. പക്ഷേ ദൈവം എൻ്റെ കൂടെ ആയിരുന്നു. പാർട്ടിക്കാർ തമ്മിൽ എന്തോ പ്രശ്നമായതുകൊണ്ട് മിന്നൽ ഹർത്താൽ പ്രഖ്യാപിച്ചു. അതുകൊണ്ട് രവിക്ക് വരാൻ കഴിഞ്ഞില്ല.
അതുമാത്രമല്ല, ഷിജിക്ക് ഇന്ന് വീട്ടിലേക്ക് പോകാനും പറ്റാത്ത അവസ്ഥയായി. ഷിജി പറഞ്ഞു, ദൈവം നമ്മുടെ കൂടെയാണ്. ഇന്ന് ഈ അവസ്ഥയിൽ എനിക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഈവനിങ് മാത്രമല്ല, ഇന്നത്തെ രാത്രിയും നമുക്ക് സ്വന്തം. ഞാൻ വീട്ടിൽ വിളിച്ച് വരാൻ പറ്റില്ല, ഇവിടെ റൂം എടുത്ത് താമസിക്കാമെന്ന് പറയാം. എന്നിട്ട് നമുക്ക് നിൻ്റെ വീട്ടിൽ വെച്ച് ആഘോഷിക്കാം. അത് സൂപ്പർ ഐഡിയ ആണ് ഷിജി. ചിക്കൻ കിട്ടാനൊക്കെ വഴിയുണ്ടോ? നമുക്ക് ഫുഡെല്ലാമൊക്കെയായി അടിച്ചു പൊളിക്കാം. ചിക്കനൊക്കെ ഞാൻ സെറ്റാക്കാം, താൻ ഇങ്ങോട്ട് വേഗം വാ. ഷിജി രവിയെ വിളിച്ചു. ഈ സാഹചര്യത്തിൽ എനിക്കിന്ന് വീട്ടിലേക്ക് വരാൻ പറ്റില്ല, ഡേഞ്ചറാണ്. അതുകൊണ്ട് ഞാനിവിടെ ഒരു റൂം എടുത്ത് താമസിക്കാം. ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കാനോ? അതൊന്നും വേണ്ട, വെറുതെ കാശ് കളയാൻ. പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഈ സാഹചര്യത്തിൽ വീട്ടിലേക്ക് വരുന്നത് റിസ്ക്കാണ്. നീ ഒരു കാര്യം ചെയ്യ്, നമ്മുടെ മകൻ്റെ കൂട്ടുകാരൻ ശിവയുടെ വീട് അതിനടുത്തല്ലേ, നീ അവിടെ താമസിച്ചോ എന്ന് നീ അവനെ വിളിച്ച് ചോദിക്ക്, ഇന്ന് അവിടെ താമസിച്ചോട്ടെ എന്ന്. എനിക്കൊന്നും വയ്യ അവിടെ താമസിക്കാൻ, വെറുതെ അവനതൊരു ബുദ്ധിമുട്ടാകും. നീ ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി. ഞാൻ തന്നെ ശിവയെ വിളിച്ച് ചോദിക്കാമെന്ന്, നീ അവൻ്റെ കൂടെ താമസിക്കുന്നതിന് അവൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ രവിയുടെ കോള് വന്നു. ഹലോ ശിവ, നാട്ടിൽ പാർട്ടി പ്രശ്നം നടക്കുന്നതുകൊണ്ട് ഷിജിക്ക് ഇന്ന് വീട്ടിലേക്ക് വരാൻ പറ്റില്ല. അവൾ ഹോട്ടലിൽ താമസിക്കാമെന്ന് പറഞ്ഞു എന്നോട്. നിൻ്റെ വീട് അവിടെ അടുത്തുണ്ടായിട്ട് ഷിജി ഹോട്ടലിൽ താമസിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഷിജിയോട് ഇന്ന് നിൻ്റെ കൂടെ താമസിക്കാൻ പറഞ്ഞു. നിനക്കതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? എനിക്കൊരു പ്രോബ്ലവും ഇല്ല, എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. എൻ്റെ വീടുണ്ടായിട്ട് ഹോട്ടലിൽ താമസിക്കാൻ വിടില്ല, ഇന്നിവിടെ താമസിച്ചാൽ മതി. താങ്ക്സ് മോനെ. എന്നാൽ നീ തന്നെ ഷിജിയെ പോയി നിൻ്റെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പൊക്കോ. അവൾക്കൊരു മടി നിൻ്റെ വീട്ടിൽ വന്ന് താമസിക്കാൻ. മനസ്സിൽ ചിരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, അങ്കിൾ പേടിക്കണ്ട, ഞാൻ കൂട്ടിക്കൊണ്ട് വന്നോളാം. ഇന്ന് എൻ്റെ കൂടെ തന്നെ ഷിജി കിടക്കും, അതുപോരെ അങ്കിൾ. ഞാൻ അർത്ഥം വെച്ച് പറഞ്ഞത് മനസ്സിലാവാതെ പൊട്ടൻ രവി പറഞ്ഞു, അത് മതി മോനെ, എനിക്കറിയാം നീ ഷിജിയെ പൊന്നുപോലെ നോക്കുമെന്ന്. ഷിജിക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണേ നീ. അങ്കിൾ പേടിക്കണ്ട, ഷിജിക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു കൊടുത്തോളാം, ശിവ പറഞ്ഞു. ഈവനിങ് ഞാൻ ഷിജിയെ കൂട്ടി വീട്ടിൽ വന്നു. പക്ഷേ ഞങ്ങൾ രാത്രി ആവുന്നതുവരെ ഒന്നും ചെയ്യണ്ട എന്ന് വിചാരിച്ചു. അത് വേറെ ഒന്നിനുമല്ല, രാത്രി മുഴുവൻ ആസ്വദിച്ച് എല്ലാം വേണം, അതിനു വേണ്ടിയായിരുന്നു. ഞങ്ങൾ നല്ല ഫുഡൊക്കെ ആക്കി കഴിച്ചു. ഷിജി ഫ്രഷായിട്ട് വരാമെന്ന് പറഞ്ഞ് ബാത്റൂമിൽ പോയി. ഞാൻ നേരത്തെ തന്നെ സെറ്റാക്കി വെച്ച മുല്ലപ്പൂവൊക്കെ ഇട്ട് ബെഡ് അലങ്കരിച്ചു. കുറച്ച് മുല്ലപ്പൂ ഷിജിക്ക് തലയിൽ ചൂടാൻ വേണ്ടി വെച്ചു. ഞാൻ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കല്യാണ ചെക്കനെ പോലെ റെഡിയായി. ഷിജി ഞാൻ കൊടുത്ത പുതിയ സാരിയും ഇട്ട് കുളിച്ചു വന്നു. ഷിജി ബെഡൊക്കെ കണ്ട് ഞെട്ടി നിന്നു. കള്ളൻ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലേ? നമ്മൾ ഒരുപാട് തവണ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതാദ്യമായല്ലേ ഫസ്റ്റ് നൈറ്റ് പോലെ ആഘോഷിക്കാൻ പോകുന്നത്? അതെ ഷിജി, താൻ ഈ മുല്ലപ്പൂ ചൂട്. ഞാനൊന്ന് ഒരുങ്ങട്ടെ, എന്നിട്ട് ചേട്ടൻ തന്നെ എൻ്റെ തലയിൽ ചൂടി തന്നാൽ മതി. പിന്നെ എനിക്ക് തലയിൽ സിന്ദൂരവും ചേട്ടൻ തന്നെ വെച്ച് തരണം. എല്ലാം എൻ്റെ ഭാര്യ പറയുന്ന പോലെ ചെയ്യാം. അങ്ങനെ ഷിജി പറഞ്ഞതുപോലെ സിന്ദൂരവും മുല്ലപ്പൂവും ഞാൻ വെച്ചു കൊടുത്തു. അപ്പോൾ എൻ്റെ കൈ പിടിച്ച് അവൾ ഒരു മുത്തം തന്നു. ഞാൻ ഷിജിയെ പിടിച്ച് ബെഡിൽ കിടത്തി. അവൾ എന്നെ നോക്കി ഒരു പുഞ്ചിരി തൂക്കി. അന്നായിരുന്നു ഞങ്ങളുടെ ആദ്യ രാത്രി. ഞങ്ങളുടെ ആഘോഷം കൊടുമ്പിടി കൊണ്ടിരിക്കെ അപ്പോൾ ഷിജിയുടെ ഫോണിൽ രവി വിളിച്ചു. ഷിജിക്ക് അത് ഒട്ടും ഇഷ്ടമായില്ല. ശല്യം, എന്തിനാണാവോ ഈ നേരത്ത് നമുക്ക് ബുദ്ധിമുട്ടാക്കാൻ വിളിക്കുന്നത്? താ ഫോൺ എടുക്കുന്നില്ലേ? ഇല്ല, നാളെ രാവിലെ വിളിച്ചിട്ട് ഇന്നലെ നേരത്തെ ഉറങ്ങിപ്പോയി എന്ന് പറയാം. എടോ താ ഫോൺ എടുക്ക്. വേണ്ടടാ, വീഡിയോ കോളാണ്, നമ്മുടെ രസം പോകും. ഷിജി പുതപ്പ് പുതച്ച് കിടന്നു. എന്നിട്ട് ഫോൺ എടുത്തു. നീ നേരത്തെ കിടന്നോ? എന്തു പറ്റി? ഇത് ശിവയുടെ വീടായതുകൊണ്ട് എനിക്കിവിടെ പണിയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ നേരത്തെ കിടന്നു. അവിടെ ഫുഡൊക്കെ ഉണ്ടായിരുന്നോ? അവൻ ഒറ്റയ്ക്കല്ലേ താമസം? ശിവ ഒറ്റയ്ക്കായതുകൊണ്ട് അവന് ഫുഡ് ഉണ്ടാക്കാനൊക്കെ അറിയാം. അവൻ എനിക്ക് വേണ്ടി സ്പെഷ്യൽ ഫുഡൊക്കെ റെഡിയാക്കി തന്നു. നിങ്ങളുടെ മോനെ പോലെയൊന്നും അല്ല ശിവ. അവൻ നല്ലൊരു ആണൊരുത്തനാണ്, എല്ലാത്തിനും നല്ല ചുറുചുറുക്കാണ്.
ഷിജി അത് പറയുമ്പോൾ ഞാൻ ഷിജിയുടെ അടുത്ത് കിടന്ന് കുസൃതി കാണിച്ചു. ഷിജിയെ നോക്കി ഞാൻ കണ്ണിറുക്കി കാണിച്ചു. അപ്പോൾ രവി പറഞ്ഞു, ശിവ നല്ലവനാണ്, അവൻ എല്ലാവരുടെയും ആഗ്രഹം അറിഞ്ഞ് കാര്യങ്ങൾ ചെയ്തോളും. അതാണ് ഞാൻ നിന്നോട് അവൻ്റെ കൂടെ താമസിച്ചോ എന്ന് പറഞ്ഞത്. കുറേ സമയം അവർ സംസാരിച്ചു. അവർ സംസാരിക്കുന്ന അത്രയും സമയം ഞാൻ കുസൃതി കാണിച്ചു കൊണ്ടിരുന്നു. ഞാനൊരു പ്ലാസ്റ്റിക് കവർ വീർപ്പിച്ച് ഷിജിയുടെ അടുത്ത് വെച്ച് പൊട്ടിച്ചു. ടപ്പേ! സംസാരിച്ചുറങ്ങിപ്പോയിരുന്ന രവി ആ ശബ്ദം കേട്ട് പെട്ടെന്ന് എണീറ്റു. ഓ, ഈ നാശം ഫോൺ കട്ട് ചെയ്തില്ല എന്ന് ഞാൻ പിന്നീടാണ് ഓർത്തത്. രവി ചോദിച്ചു, എന്ത് പറ്റി? എന്താ ഒരു ശബ്ദം കേട്ടത്? അത് ഞാൻ കൊതുകിനെ അടിച്ച സൗണ്ടാണ്. എന്തോ പറയുന്ന പോലെയുള്ള സൗണ്ടാണല്ലോ കേട്ടത്. നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീറ്റിട്ട് എന്തൊക്കെയാണ് പറയുന്നത്? നിങ്ങൾ സ്വപ്നം കണ്ടതായിരിക്കും. ഞാൻ ഫോൺ വെക്കുക. ഷിജി ഫോൺ വെച്ചിട്ട് പറഞ്ഞു, ആ പൊട്ടൻ ഉറങ്ങിയത് നമ്മുടെ ഭാഗ്യം. എല്ലാം മനസ്സിലായാൻ അയാൾക്കൊന്നും മനസ്സിലായില്ല എന്നറിഞ്ഞ് ഞാൻ സന്തോഷത്തിലായിരുന്നു. ഇനി ഞാൻ നമ്മുടെ സ്വകാര്യ നിമിഷങ്ങളിൽ ഫോൺ വെച്ചാൽ എടുക്കില്ല. റിസ്ക് എടുക്കാൻ എനിക്ക് വയ്യ. അതൊക്കെ ഒരു രസമല്ലേ ഷിജി? താൻ ഹസ്ബൻഡിനോട് ഫോണിൽ സംസാരിക്കുമ്പോൾ നിൻ്റെ കൂടെ ഇങ്ങനെ കിടക്കുന്നത്, അതൊക്കെ നല്ല രസമാണ്. പക്ഷേ ഇനി അങ്ങനെയൊന്നും വേണ്ട. അത് പറയുമ്പോഴേക്കും ഷിജിയുടെ ഫോൺ വീണ്ടും അടിച്ചു. അത് രോഹനായിരുന്നു. ഞാൻ ഷിജിയോട് ഫോൺ എടുക്കാൻ പറഞ്ഞു. അവൾ ഫോൺ എടുക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഷിജി വീണ്ടും ചെയ്തുകൊണ്ടിരുന്ന കാര്യം തുടങ്ങുമ്പോഴേക്ക് എൻ്റെ ഫോണിൽ രോഹൻ്റെ കോൾ വന്നു. എനിക്കത് ഒരുപാട് ഇഷ്ടമായി. ഷിജി എന്നോട് ഫോൺ എടുക്കരുത് എന്ന് പറഞ്ഞു. ഞാൻ ഫോൺ എടുക്കാൻ പോകുവാണ്. ഞാൻ ഫോണിൽ സംസാരിക്കുന്ന ടൈം താൻ എൻ്റെ കൂടെ കിടന്നാൽ മതി. ഫോണിൽ കൂട്ടുകാരനോട് വീഡിയോ കോൾ ചെയ്യുമ്പോൾ അവൻ്റെ അമ്മ എൻ്റെ കൂടെ കിടക്കുന്നു. അതിൻ്റെ ത്രിൽ ഇരട്ടിയാക്കി. രോഹനോട് സംസാരിച്ച ശേഷം ഷിജി എന്നോട് ബാക്കി കാര്യങ്ങൾ കൂടി ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഏറെ നേരത്തെ ആഘോഷത്തിന് ശേഷം ഞങ്ങൾ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ രവി വിളിച്ചിട്ട് പറഞ്ഞു, രോഹൻ അസുഖം കൂടുതലാണ്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പോവുകയാണെന്ന്. രവി രോഹൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ നിൽക്കുവാണ്. ഡിസ്ചാർജ് ആയിട്ടേ വീട്ടിലേക്ക് വരൂ എന്ന് പറഞ്ഞു. ഷിജിയുടെ ഫോൺ എനിക്ക് തരാൻ പറഞ്ഞു. ശിവ, രോഹൻ ഡിസ്ചാർജ് ആവുന്നത് വരെ ഷിജിയെ അവിടെ നിൻ്റെ കൂടെ നിർത്തണം. ഷിജി ഒറ്റയ്ക്ക് വീട്ടിൽ നിർത്താൻ പറ്റില്ല. അതിനെന്താ അങ്കിൾ, ഷിജി എത്ര ദിവസം വേണേലും ഇവിടെ നിന്നോട്ടെ. എനിക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. ഷിജിയോട് അവിടെ നിൽക്കാൻ നീ തന്നെ പറഞ്ഞേക്ക് എന്നും പറഞ്ഞു ഫോൺ വെച്ചു. ഞാനും ഷിജിയും രവിയുടെ ആ തീരുമാനത്തിൽ തുള്ളിച്ചാടി. രോഹൻ 3 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. ആ 3 ദിവസവും ഞങ്ങൾ 2 പേരും ശരിക്കും ആർമാദിച്ചു. 3-ാം ദിവസമായിരുന്നു ഡിസ്ചാർജ്. രാത്രി ആയതുകൊണ്ട് ഷിജിയോട് നാളെ വന്നാൽ മതി എന്ന് രവി പറഞ്ഞു. അങ്ങനെ അന്ന് രാത്രി ഞങ്ങൾ ആഘോഷിച്ചു. പക്ഷേ അന്ന് ഞങ്ങൾ മൂഡ് ഓഫ് ആയിരുന്നു. നാളെ മുതൽ ഞങ്ങൾ എങ്ങനെ തമ്മിൽ കാണും എന്നതായിരുന്നു ഞങ്ങളുടെ വിഷമം. രാവിലെ ഷിജി എന്നെ വിളിച്ച് എണീപ്പിച്ചു. എന്നോട് കുളിച്ച് റെഡിയായി ക്ഷേത്രത്തിൽ പോകണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അമ്പലത്തിലെത്തി. ഷിജി എനിക്കൊരു സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ സർപ്രൈസ് എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് ഊഹിക്കാവോ? അപ്പം ഇതിന് നല്ല റീച്ച് ഉണ്ടെങ്കിൽ പാർട്ട് 3 ഉടനെ തന്നെ ഉണ്ടാകും. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഉടനെ കാണാം. വിത്ത് ലവ്, അലീന.